ഹലോ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മൾ +2 കൊമേഴ്സ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ +2 കൊമേഴ്സ് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് മിക്ക കുട്ടികളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് +2 സിലബസ് പഠിക്കാൻ പോവുകയാണ്, അതിൻ്റെ കൂടെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായും നമുക്ക് 1-2 പ്രശ്നങ്ങളുണ്ട് അവിടെ. നിങ്ങൾക്കറിയാം, +1 പരീക്ഷ നിങ്ങൾ എഴുതിയത് മുതൽ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒക്കെ ഒന്ന് മാറി ഒന്ന് അഡ്വാൻസ് ആയിരിക്കുകയാണ്. അപ്പോൾ മിക്ക കുട്ടികൾക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാർക്ക് കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മളൊരു 90%, 95% മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും അത് 100-ൽ എത്തിക്കാൻ വേണ്ടി കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മാർക്ക് കുറഞ്ഞു പോവുകയാണ്, ഒരു ആവറേജ് മാർക്കാണെങ്കിൽ അത് ബെറ്റർ ആക്കാൻ വേണ്ടി ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇമ്പ്രൂവ്മെന്റിന് എല്ലാവരും തയ്യാറായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷന് പോകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം +2ലേക്ക് വരാൻ പോവുകയാണ്. +2ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷൻ നമുക്കറിയാം മാറിയതറിയാം, നമ്മൾ ഒരുമിച്ചാണ് ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതേണ്ടത്. +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് തന്നെയാണ് +1ന്റെയും ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷൻ നമ്മൾ എഴുതേണ്ട സമയം. അപ്പോൾ തീർച്ചയായും നമ്മൾ ആ സമയത്തുള്ള പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആ സമയത്തേക്ക് വേണ്ടി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്യണോ എന്നുള്ളതാണ് ഡൗട്ട്. നിങ്ങൾക്കറിയാം, +2ലേക്ക് നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും അഡ്വാൻസ് ആയിട്ടുള്ള സിലബസുകളാണ് പഠിക്കാനുള്ളത്. +1 നമ്മൾ ബേസ് ആണെങ്കിൽ +2ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിലും അഡ്വാൻസ് ആയിട്ട് പഠിക്കാനുണ്ട്. ഈവൻ നമ്മളിപ്പോൾ അക്കൗണ്ടൻസി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ +1 ബേസിക് കൺസെപ്റ്റാണ് പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റഡ് അക്കൗണ്ട്സാണ് പഠിച്ചിരിക്കുന്നത്, സോൾ പ്രൊപ്പറേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ +2ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സാണ് പഠിക്കുന്നത്, കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും അല്ലെങ്കിൽ AFSഉം. അപ്പോൾ ഇത് അഡ്വാൻസ്ഡ് ആണ്. നമുക്കറിയാം, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിലൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പോരാത്തതിന് നമുക്കറിയാം, ഈ വർഷം മുതൽ +2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിയ കാര്യം നിങ്ങൾക്ക് അറിയാലോ, അക്കൗണ്ടൻസി ടഫ് ആയിരുന്നു അറിയാലോ. അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പഠിപ്പിക്കേണ്ടി വരും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും, നല്ല ഒരു CBSE ലെവൽ ക്വസ്റ്റ്യൻസ് അക്കൗണ്ട്സിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. ആ രീതിയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ക്ലാസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രാവശ്യത്തെ അക്കൗണ്ടൻസി ആയാലും എക്കണോമിക്സ് ആയാലും ബിസിനസ് ആയാലും ഓപ്ഷൻ പേപ്പറായും കിട്ടാൻ പോകും. അപ്പം നല്ലൊരു ടൈം +2 പഠിക്കാൻ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ +1 കൂടി കവർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അത് +2 റിസൾട്ടിനെ ബാധിക്കും. കാരണം +2 നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓണം എക്സാമിനേഷൻ വരെയുള്ള പോർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ആ ടോപ്പിക് അവിടെ പഠിച്ചു കഴിയും. അതിനുശേഷമുള്ള പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹാഫ് എക്സാമിനേഷൻ വരുന്നുണ്ട്, അപ്പോൾ ആ വീണ്ടും നിങ്ങൾ പഠിക്കും. പിന്നെ മോഡൽ എക്സാമിനേഷൻ. അപ്പോൾ ഓരോ എക്സാം നടക്കുമ്പോൾ മാത്രമേ നമ്മൾ സബ്ജക്റ്റ് കൂടുതൽ പഠിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ അതിനെ കൂടെ +1 പാരലായിട്ട് ഇമ്പ്രൂവ്മെന്റ് വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എക്സാം ഒന്നുമില്ല, നമ്മളിങ്ങനെ വായിച്ചു പോവുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അത്രത്തോളം എക്സാമിന് എഫക്റ്റ് ആണെന്നില്ല. സോ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ +2 ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ +2 ടോപ്പിക്കുകളെ, സബ്ജക്റ്റുകളെ കൃത്യമായിട്ട് നിങ്ങൾ റെഫർ ചെയ്യുകയും കൃത്യമായിട്ട് പഠിച്ച് എക്സാമിനേഷന് പ്രസന്റ് ചെയ്യുകയും ചെയ്യുക. ഐ മീൻ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എക്സാമിനേഷന് പ്രസന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ സബ്ജക്റ്റ് +2 കൊമേഴ്സ് നമ്മളെ കയ്യിൽ എത്തിയ ശേഷം, നമ്മൾ അതിലങ്ങ് ഇൻവോൾവ് ആയതിനു ശേഷം മാത്രം +1 തുടങ്ങിയാൽ മതി. കാരണം അവിടെ സമയം ഉണ്ടാകും. കാരണം +1 ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. പല കുട്ടികളും ചോദിക്കുക, സാർ ഞങ്ങൾ 1 വർഷം കൊണ്ട് പഠിച്ചതല്ലേ, അത് പിന്നീട് ലാസ്റ്റ് പഠിച്ചാൽ മതിയോ എന്നുള്ള ഡൗട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഒരു തവണ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച സിലബസ് അല്ലേ പോകുന്നത്. അതുകൊണ്ട് കുറഞ്ഞ സമയം മതി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടി. അതുകൊണ്ട് അത് നമ്മുടെ +2 പഠനം ഏകദേശം നമ്മൾ ഒരു 95% കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടി പഠിത്തം തുടങ്ങിയാൽ മതി. നിങ്ങൾ ഇക്കാര്യത്തിനെ കുറിച്ച് ഒന്നുകൂടെ ഡൗട്ട് വേണ്ട. കാരണം നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാമിനേഷന് വേണ്ടി അഡീഷണൽ സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് +2 ക്ലാസ്സുകൾക്ക് വേണ്ടി അഡീഷണൽ സപ്പോർട്ട് വേണം. തീർച്ചയായും നമ്മുടെ യുവ ബാച്ച് അല്ലേ, സൈലത്തിന്റെ യുവ ബാച്ച് എക്സ്ക്ലൂസീവ് കൊമേഴ്സ് ബാച്ച് ആണ്. ഇപ്പോൾ തന്നെ ഓൾറെഡി +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ കുട്ടികൾക്ക് തീർച്ചയായും, അല്ലെങ്കിൽ യുവ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് തീർച്ചയായും ഇമ്പ്രൂവ്മെന്റ് ക്ലാസ്സുകളും കമ്പൽസറി ഉണ്ടായിരിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയുള്ള മുഴുവൻ സപ്പോർട്ടുകളും സൈലം കൊമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൂടാതെ +2 ക്ലാസ്സുകളും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, നമുക്ക് +2 പഠനത്തോടൊപ്പം തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നല്ല റിസൾട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും.